ഹായ്, എല്ലാവർക്കും ഇന്നൊരു അടിപൊളി അപ്ഡേറ്റ്സ് തരാൻ പോകണം. അതായത് പ്രത്യേകിച്ച് മമ്മൂക്ക ജയറാമേട്ടൻ ഫാൻസിന്. നമുക്കറിയാം, ഓസ്ലർ എന്നൊരു ചിത്രം ഇറങ്ങി. നമ്മുടെ ജയറാമേട്ടൻ നായകനായി വന്ന ഒരു സാധാരണ ചിത്രത്തിലോട്ട് പിന്നെ നമ്മുടെ മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ ഒരു എൻട്രി വന്നതോടെ ആ സിനിമയുടെ വലിപ്പം കൂടി, ആ സിനിമയുടെ ഹൈപ്പ് കൂടി, ആ സിനിമയോടുള്ള പ്രതീക്ഷ നമുക്ക് വാനോളമായി. കാരണം ജയറാമേട്ടൻ ഒരുപാടായിട്ട് മലയാള സിനിമയിൽ മാറി നിൽക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന് വെച്ചാൽ നല്ല നല്ല കഥാപാത്രം കിട്ടാതെ ആയപ്പോൾ അദ്ദേഹം വീണ്ടും തമിഴ്, തെലുങ്ക് അങ്ങനെയുള്ള രീതിയിലോട്ട് പോയപ്പോൾ, സിനിമകളിലോട്ട് പോയപ്പോൾ പിന്നെ അദ്ദേഹത്തിനുള്ളൊരു റീ എൻട്രി എന്ന നിലക്ക് വന്ന ചിത്രമാണ് ഓസ്ലർ. നമ്മുടെ മിഥുൻ മാനുവൽ തോമസിൻ്റെ ഡയറക്ഷനിലും അദ്ദേഹത്തിൻ്റെ തിരക്കഥയിലും വന്ന ചിത്രമാണ്. സാധാരണ അദ്ദേഹം ഒരു കോമഡി ടൈപ്പ് ചിത്രം ചെയ്യുന്നതിൽ നിന്നും മാറി അഞ്ചാം പാതിര ചെയ്തിരുന്നു, ഓക്കെ, പക്ഷെ അതിൽ നിന്നും എൻ്റയർലി ഡിഫറെൻ്റ് ആയ ചിത്രമായിരുന്നു നമ്മുടെ ഈ ഓസ്ലർ. മമ്മൂക്കയൊക്കെ തിയേറ്ററിൽ അത് കാണിച്ചപ്പോൾ ഒരു എന്താ പറയുക, രോമാഞ്ചം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ആ ഒരൊറ്റ സീനിൽ പുള്ളിയാണ്ട് എന്താണ് ലിഫ്റ്റ് ചെയ്യുന്നു ആ ചിത്രത്തിൻ്റെ. അതുവരെ ആ ചിത്രം ഒരു എന്താ പറയുക, ഒരു ഇമോഷണൽ ത്രില്ലറായിട്ട് പോണ ചിത്രം. പക്ഷെ അദ്ദേഹം വന്നോടെ ആ സിനിമയുടെ ഗ്രാഫ് ഉയർന്നു, ആ സിനിമക്കുള്ള വലിപ്പം കൂടി. അങ്ങനെ ടോട്ടലി ആ സിനിമ ഒരു വലിയ സിനിമയായി. സാധാരണ ജയറാമേട്ടൻ്റെ ചിത്രങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ മമ്മൂക്ക വന്നതോടുകൂടി ആ ചിത്രത്തിൻ്റെ എന്താ പറയുക കളക്ഷനിൽ മാറ്റം വന്നു, വലിയ ഹിറ്റായി ആ ചിത്രം. അന്ന് തന്നെ അവർ പ്ലാൻ ചെയ്താണ്. കാരണം അതിൻ്റെ ക്ലൈമാക്സിൽ അവർ എന്തോ പൂർത്തിയാക്കാതെ വെച്ചൊരു സംഭവം ഉണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും മനസ്സിലാകാനും. പക്ഷെ അവർ അന്ന് പറഞ്ഞിരുന്നു ഇതിൻ്റെ രണ്ടാം ഭാഗം ഉണ്ട്. പിന്നീട് അതിനെക്കുറിച്ചൊരു അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നും കിട്ടില്ല. സംഭവം എന്താ വെച്ചാൽ, നമ്മുടെ മിഥുൻ മാനുവൽ തോമസ് അദ്ദേഹത്തിൻ്റെ ആട് 2-ൻ്റെ മൂന്നാം ഭാഗമായ ആട് 3-ൻ്റെ സ്ക്രിപ്റ്റും ഡയറക്ഷനിലായിട്ട് പുള്ളി അതിൻ്റെ ഫുള്ള് തിരക്കിലും. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അതെല്ലാം മാറി ഇനി അദ്ദേഹം ഇതിൻ്റെ സ്ക്രിപ്റ്റ് വർക്കിലോട്ട് മാറണം. അതിൻ്റെ തെളിവെന്നോണം നമ്മുടെ ജയറാമേട്ടൻ അദ്ദേഹത്തിൻ്റെ പുതിയ തമിഴ് സിനിമയായ പുതിയ ചിത്രത്തിൻ്റെ പ്രമോഷന് വേണ്ടി അദ്ദേഹം ഇന്നലെ കൊച്ചിയിൽ വന്നു. അപ്പോൾ അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, ജയറാമേട്ടാ എന്താ പുതിയ പടങ്ങൾ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു തമിഴിലൊക്കെയാണ് ചിത്രങ്ങൾ, പിന്നെ മലയാളത്തിലുണ്ട്. പിന്നെ മലയാളത്തിൽ അദ്ദേഹത്തിൻ്റെ എന്താണ് 1-2 ചിത്രങ്ങൾ, അത് പിന്നെ അതിൻ്റെ ഒരു കൂടുതൽ അപ്ഡേഷനും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഓസ്ലർ 2 വരാൻ പോവുകയാണ്. മിഥുൻ മാനുവൽ തോമസ് അതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ പണിപ്പുരയിലാണെന്നാണ് അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് നമുക്ക് വന്ന ഒരു റിപ്പോർട്ട്. നമുക്കറിയാം സെക്കൻഡ് ഹാഫിലാണ് നമ്മുടെ മമ്മൂക്കയുടെ എൻട്രി വരുന്നത്. പക്ഷേ ഈ ചിത്രത്തിൽ നമ്മുടെ ജയറാമേട്ടനും മമ്മൂക്കയും ഒരുമിച്ച് തുടക്കം മുതൽ അവസാനം വരെയുള്ള ഒരു ചിത്രമായിരിക്കും എന്നാണ് കിട്ടിയ റിപ്പോർട്ട്. മാത്രമല്ല അതൊരു ഇമോഷണൽ ക്രൈം ത്രില്ലർ ആയിരുന്നെങ്കിൽ ഇതൊരു ആക്ഷൻ പാക്കഡ് ഫാമിലി ക്രൈം ത്രില്ലർ ആയിരിക്കും എന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. കാരണം ആ ഒരു രീതിയിലാണ് ഇതിനെ മിഥുൻ മാനുവൽസ് എന്താ പറയുക പോർട്രേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. അദ്ദേഹം അതിൻ്റെ പണിപ്പുരയിലാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ക്രൂ മെമ്പേഴ്സിനും നമുക്ക് അറിയാൻ പറ്റിയില്ല. എന്തായാലും അധികം വൈകാതെ അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടാവും. മമ്മൂക്കയുടെ 2017 ഫസ്റ്റ് തുടങ്ങാൻ പോകുന്നൊരു ചിത്രം കൂടി. കാരണം അദ്ദേഹത്തിന് ഈ വർഷമൊന്നും അദ്ദേഹത്തിന് ഡേറ്റ് ഇല്ല, മമ്മൂക്കയ്ക്ക് ഡേറ്റ് ഇല്ല. പക്ഷേ ജയറാമേട്ടൻ അതുപോലെ തന്നെ തമിഴ് സിനിമ ഒക്കെ ഉള്ളതുകൊണ്ട് ഈ വർഷം എന്തായാലും ഉണ്ടാവില്ല. 2017 തുടക്കത്തിൽ ഓസ്ലർ 2 വരും. അതും വലിയൊരു സിനിമയാകും, ചെറിയൊരു സിനിമ, വലിയൊരു സിനിമയായിട്ട് അവർ വരിക. എന്തായാലും നമുക്ക് അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ വേറെ ഒരു കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ പോസ്റ്റർ ഡിസൈൻ ചെയ്ത് ഞാൻ തന്നെയാണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും കമൻറ്റ് ചെയ്യുക കേട്ടോ. എൻ്റെ ഒരു ഐഡിയയിൽ ചെയ്താണ്, ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.